നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും അന്തിമഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബി.ജെ.പിയുടെ സെൻട്രൽ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം പ്രഖ്യാപിക്കേണ്ടത്. കുറഞ്ഞത് തിരുവനന്തപുരം അടക്കമുള്ള കേരളത്തിലെ ബി.ജെ.പിയുടെ 6 മണ്ഡലങ്ങളിലെയെങ്കിലും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ധാരണ ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോൺഗ്രസിലാകട്ടെ ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിയുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. ചില സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിൽ ആശയക്കുഴപ്പമുള്ളത്. സിറ്റിംഗ് എം.പിമാരിൽ ഭൂരിഭാഗവും 1 or 2 പേരൊഴികെ ബാക്കി എല്ലാവരും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ എം.പിമാർ അവരവരുടെ മണ്ഡലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു കൃത്യമായൊരു കണക്കിലേക്ക് പോയാൽ തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹം അതിന് മുൻപ് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ആയിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വ്യത്യാസമില്ല. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് ഏതാണ്ട് വന്നിട്ടുണ്ട്. പത്തനംതിട്ടയുടെ കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട് എന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. കാരണം പത്തനംതിട്ടയിൽ ആന്റണി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കണം, AICC തീരുമാനമെടുക്കണം. ആലപ്പുഴയുടെ കാര്യത്തിലും അനിശ്ചിതത്വമുണ്ട്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലും തീരുമാനം വരേണ്ടതുണ്ട്. KC ഇല്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എറണാകുളത്ത് ഹൈബി ഈഡൻ അവിടുത്തെ സ്വാഭാവിക സ്ഥാനാർത്ഥിയാണ്. ഹൈബി അവിടെ പ്രവർത്തനം ആരംഭിച്ച പശ്ചാത്തലമുണ്ട്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ തന്നെയാണ് മത്സരിക്കുക. ബെന്നിയും ഏതാണ്ട് അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സാഹചര്യമുണ്ട്. തൃശ്ശൂരിൽ TN പ്രതാപൻ ഉറപ്പിച്ചിട്ടുണ്ട്. പ്രതാപൻ അവിടെ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് MP ആണ്. അദ്ദേഹം സമരരംഗത്താണ്. ഇന്ന് അവിടുത്തെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണവും മറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്ഥാനാർത്ഥി ഉറപ്പിച്ചിട്ടുണ്ട്. വടകരയിൽ K മുരളീധരൻ സ്വാഭാവിക സ്ഥാനാർത്ഥിയാണ്. അവിടെ തുടർച്ചയായി 2ാം വട്ടം മുരളീധരൻ മത്സരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ K ശൈലജ ടീച്ചറാണ് അവിടെ മുരളീധരന്റെ എതിരാളിയായി വരിക എന്നത് വ്യക്തമായിട്ടുണ്ട്. കോഴിക്കോട് MK രാഘവന്റെ പേര് അത് ഉറപ്പിച്ചു കഴിഞ്ഞു. MK രാഘവനും അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏതാണ്ട് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിക്കും, അത് ഉറപ്പായിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒടുവിൽ ഉണ്ണിത്താന്റെ പേരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നാണ് സൂചനകൾ. കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം സുധാകരനെ AICC തന്നെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. സുധാകരൻ ആദ്യഘട്ടത്തിൽ അർദ്ധമനസ്സായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ജയരാജൻ മത്സരിക്കാൻ വരുന്ന പശ്ചാത്തലത്തിൽ സുധാകരൻ തന്നെയാണ് ജയരാജൻ നിലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ പേരിൽ മാറ്റമില്ല. കാരണം രമ്യ ഹരിദാസ് അവിടെ മന്ത്രി K രാധാകൃഷ്ണനെ നേരിടും എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. VK ശ്രീകണ്ഠൻ പാലക്കാട്ട് മത്സരിക്കും, അത് ഉറപ്പാണ്. VK ശ്രീകണ്ഠൻ പാലക്കാട് ഉറപ്പാണ്. വയനാടും ആലപ്പുഴയും പത്തനംതിട്ടയുമാണ് ഇപ്പോൾ ഒരു വ്യക്തതയില്ലായ്മയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. MG മിഥുൻ ന്യൂസ് ഡെസ്കിലുണ്ട്. ഒപ്പം ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് ചേരുകയാണ്. ഞാൻ പറഞ്ഞ ലിസ്റ്റ് ഏതാണ്ട് ആ തരത്തിൽ തന്നെയല്ലേ കാര്യങ്ങൾ? നമ്മൾ പലരോടും സംസാരിച്ചെടുക്കുന്ന വിവരങ്ങളാണ് അത്. അതായത് വയനാട്, ആലപ്പുഴ, ഒപ്പം പത്തനംതിട്ട, ഈ 3 മണ്ഡലങ്ങൾ. വയനാട് നമുക്കറിയാം രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആലപ്പുഴയിൽ KC വരുമെന്ന് കേൾക്കുന്നു, പക്ഷേ അന്തിമ തീരുമാനമായിട്ടില്ല. പത്തനംതിട്ടയിൽ ആന്റണി മാറുമെന്നുള്ള ശ്രുതികളുമുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത് ഡാൻ ലഭിക്കുന്ന വിവരമനുസരിച്ച്? രഞ്ജിത്ത്, നമുക്ക് 3 സ്ഥലങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം വയനാടിന്റെയും ആലപ്പുഴയുടെയും കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. അതായത് സംസ്ഥാന നേതൃത്വം മുഴുവൻ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കണമെന്ന നിലപാടിലാണ്. പക്ഷേ ദേശീയ നേതൃത്വത്തിനാണ് ഈ ഒരു നിലപാടിനോട് അല്പമെങ്കിലും വിയോജിപ്പുള്ളത്. അത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന കാര്യം അവർ ആവർത്തിച്ച് തന്നെ ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ വിവിധ കോണുകളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ അവർ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ ആലപ്പുഴയിൽ ആരെ പരിഗണിക്കും എന്ന കാര്യത്തിലടക്കം അത് സാമുദായിക സമവാക്യങ്ങൾ കൂടി ഉറപ്പുവരുത്തേണ്ട ഭാഗം അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ കൂടി കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തമായൊരു ചിത്രം തെളിയാത്തത്. പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം മധ്യ കേരളത്തിൽ നിന്ന് KPCCയുടെ നേതൃനിരയിലേക്ക് ഒരാളെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന അഭിപ്രായം അത് ഏറെ നാളായി ഹൈക്കമാൻഡ് നേതൃത്വം ചർച്ച ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആന്റണി KPCCയുടെ നിർണായകമായ ഒരു പദവിയിലേക്ക് എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് ആന്റണിയെ
പാർട്ടിയുടെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന തരത്തിലുള്ള കൂടിയാലോചനകൾ ഒരു വശത്ത് നടക്കുന്നതാണ്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മത്സരിക്കണമോ വേണ്ടയോ എന്ന തരത്തിലുള്ള ചർച്ചകളും ഈ ഘട്ടത്തിൽ സജീവമാക്കിയിരിക്കുന്നത്. എന്തറിയാം, ശബരിമല വിഷയമടക്കം വലിയ ശക്തമായ രീതിയിൽ ദേശീയ ശ്രദ്ധ നേടുന്ന തരത്തിലേക്കൊക്കെ മാറിയ സാഹചര്യത്തിൽ ആ പോരാട്ടത്തിൽ ജയിച്ചു വന്നയാളാണ് ആന്റോ ആന്റണി. ആ പശ്ചാത്തലം കൂടിയുണ്ട്. നിലവിൽ ബിജെപിക്ക് വേണ്ടി PC ജോർജോ ഷോൺ ജോർജോ മത്സരരംഗത്തേക്ക് എത്തുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. അവിടെ കൃത്യമായ തരത്തിലുള്ള ഒരു ത്രികോണ മത്സരം തോമസ് ഐസക്കിന്റെ കൂടി വരവോടെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആ ത്രികോണ മത്സരത്തിൽ മണ്ഡലം നിലനിർത്താൻ ആന്റോ ആന്റണിക്ക് കഴിയുമോ എന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രസക്തമായ ചോദ്യം. എന്തായാലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ കൃത്യമായ പിന്തുണ ആന്റോ ആന്റണി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പിന്തുണ അദ്ദേഹം ആർജിച്ചിട്ടുണ്ട് എന്ന കാര്യം നേതൃത്വത്തെ അറിയിക്കാൻ ആന്റോ ആന്റണിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അതായത് ആന്റോ ആന്റണി നമ്മൾ ചെറിയ കാര്യങ്ങൾ, അതായത് ആന്റോ ആന്റണി അവിടെ 2 ടേമായി MP ആയി ഉള്ള ഒരാളാണ്. ആന്റോയ്ക്ക് ഈ കനകലുവിന്റെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച് ചില നെഗറ്റീവ് ഫാക്ടേഴ്സ് ആന്റോ ആന്റണിക്കുണ്ട് എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നറിഞ്ഞുകൂടാ. ഒപ്പം ഡാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ആന്റോ ആന്റണിയെ KPCC തലപ്പത്തേക്ക് കൊണ്ടുവരിക, പാർട്ടിയുടെ കൂടുതൽ ചുമതല നൽകുക, അതോടെ ഒരു ക്രിസ്ത്യൻ മുഖമായി ആന്റോ ആന്റണി പാർട്ടിയുടെ മാറും. അത് വളരെ പ്രധാനവുമാണ്. കാരണം കേരള കോൺഗ്രസിൻ്റെയൊക്കെ മാറ്റത്തിന് ശേഷം ഒരു കൃത്യമായ ഒരു ക്രിസ്ത്യൻ നേതാവിൻ്റെ ഒരു അസാന്നിധ്യം കോൺഗ്രസിലുണ്ട് എന്ന വിലയിരുത്തലുമൊക്കെ ഉണ്ട്. അതുകൂടി പരിഗണിക്കുന്നുണ്ടാവാം. അത്തരത്തിൽ ആന്റോ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മാറുക, പകരം അവിടെ മറ്റൊരാളെ മത്സരിപ്പിക്കുക. നിരവധി പേരുകൾ കേൾക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കമുള്ള ആളുകളുടെ അബിൻ വർക്കിയുടെയൊക്കെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അബിൻ വർക്കിയുടെയും അടക്കം പേരുകൾ ഈ ചർച്ചകളിലൊക്കെ ഉയർന്നു വന്നതുമാണ്. പക്ഷേ ആന്റോ ആന്റണിക്ക് പ്രിയങ്ക ഗാന്ധിയുമായും റോബർട്ട് വാദ്രയുമായൊക്കെയുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അത്ര പെട്ടെന്ന് തടയുക എന്ന് പറയുന്നത് പാർട്ടിക്ക് അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന് കഴിയുന്ന കാര്യമല്ല. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് ആന്റോ ആന്റണിയെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായാൽ കൃത്യമായ അക്കോമഡേഷൻ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ നൽകിക്കൊണ്ടായിരിക്കും അത്തരമൊരു നടപടി, അത്തരമൊരു നീക്കം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. പക്ഷേ അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയങ്ങളടക്കം വിശദമായി ചർച്ച ചെയ്യപ്പെടും. അവിടെ സുനിൽ കനുകൂലു നേരത്തെ നൽകിയ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ പ്രാദേശിക നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായി തന്നെ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും. വരുന്ന 3-ാം തീയതിയാണ് ഡൽഹിയിൽ ഹൈക്കമാൻഡ് നേതൃത്വവുമായി പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അന്തിമമായ ചർച്ച നടത്തുക. അവിടെയായിരിക്കും കൃത്യമായ പട്ടിക തയ്യാറാക്കുക. എന്തായാലും പ്ലസ് ആൻഡ് മൈനസ് പോയിന്റ്സ് മുഴുവൻ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഈ കൃത്യമായ മാനദണ്ഡം. അത് ജയം മാത്രമായിരിക്കണമെന്ന മുൻഗണനയിലാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, വയനാട്, അതിൽ തന്നെ വയനാടിന്റെയും ആലപ്പുഴയുടെയും കാര്യത്തിലാണ് അനിശ്ചിതത്വം കൂടുതലായി തുടരുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഈ ആലപ്പുഴയിൽ അനിശ്ചിതത്വം എന്ന് പറയുമ്പോൾ KC-യുടെ ഒരു സാന്നിധ്യം അവിടെ വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. കാരണം അവിടെ ശക്തനായ സ്ഥാനാർത്ഥി KC തന്നെയാണ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടൊരു മണ്ഡലമാണ്, തിരിച്ചു പിടിക്കണം. ഓരോ മണ്ഡലവും നിർണായകവുമാണ്. പക്ഷെ KC സമ്മതം മൂളിയിട്ടില്ല എന്നാണോ ഡാൻ മനസ്സിലാക്കേണ്ടത്? KC മത്സരിച്ചില്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യവും പ്രസക്തമാണ്. അതും അവിടെ ഉയരുന്നുണ്ടല്ലോ. അത്ര ശക്തനായ അല്ലെങ്കിൽ അതിനൊപ്പം ഉള്ള ഒരാളെ അവിടെ മത്സരിപ്പിക്കേണ്ടതുണ്ട്. സാമുദായിക സമവാക്യങ്ങളും പാലിക്കണം, അതും പ്രധാനമാണ്. രഞ്ജിത്ത്, അതായത് KC വേണുഗോപാൽ നിലവിൽ രാജ്യസഭാ MP-യാണ്. അദ്ദേഹം ആ ഒഴിവ് വരുന്ന സ്ഥാനത്ത് നിന്ന് മാറി ഇവിടെ മത്സരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ആ ഒരു ചർച്ച ഒരു വശത്ത് നടക്കുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിച്ചാൽ KC വേണുഗോപാൽ പിന്നെ ആലപ്പുഴയിൽ എത്താനുള്ള സാധ്യത വിരളമാണ്. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമായിരിക്കും KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള സാധ്യത ഏറുക. എന്തായാലും കോൺഗ്രസ് നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഈ ലോകായുക്ത വിഷയത്തിലടക്കമുള്ള നിലപാടുകൾ വ്യക്തമാക്കുകയായിരിക്കും. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാൻ. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. ഇന്ന് സമരാഗ്നി യാത്രയുടെ കൂടി സമാപനമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ഒപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, എന്തായാലും ഏതാനും ദിവസങ്ങൾക്കകം ഈ ഒരു അന്തിമമായ ചിത്രം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികമായ സംബന്ധിച്ച് അന്തിമമായ ചിത്രം 3-4 ദിവസത്തിനകം ഉറപ്പാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ തന്നെ K. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്.
നമുക്ക് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ലോകായുക്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും മാധ്യമങ്ങളെ കാണുക എന്നാണ് മനസ്സിലാകേണ്ടത്. രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചേക്കാം, അതിലേക്ക് പോകണം. അതിനു മുൻപ് നമുക്ക് ആ പട്ടികയിലേക്ക്, ചെന്നിത്തലയിലേക്ക് വളരെ പെട്ടെന്ന്. കേരള ലോകായുക്ത ഭേദഗതി നിയമത്തിന് അനുമതി കൊടുത്ത രാഷ്ട്രപതിയുടെ തീരുമാനം ദൌർഭാഗ്യകരമാണ്. ഇന്ന് ഇതോടുകൂടി ലോകായുക്ത നിയമം തന്നെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായിരിക്കുകയാണ്. ലോക്പാൽ നിയമം വരുന്നതിന് മുമ്പാണ് കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് ലോകായുക്ത നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, സംസ്ഥാനങ്ങൾ ഇതുപോലെ സമാനമായ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻകൺസിസ്റ്റൻസി ഇല്ല എന്ന് ലോക്പാൽ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ കർണാടക ലോകായുക്ത നിയമം എടുത്തു നോക്കിയാൽ സമാനമായ നിരവധി പ്രൊവിഷനുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് സെക്ഷൻ 14 വരുത്തിയിരിക്കുന്ന ഈ ഭേദഗതി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ അഴിമതി നിരോധനത്തെ കശാപ്പ് ചെയ്യുന്ന ഒന്നായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. തന്നെയുമല്ല, ഒരു ജുഡീഷ്യൽ ഓർഡറിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവിന് അപ്പലേറ്റ് അതോറിറ്റി നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ലോകായുക്ത ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകുന്നേരത്തോടെ ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് കരുതാം. പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ചില സൂചനകൾ നമുക്ക് വരുന്നത് ഈ ആലപ്പുഴയിൽ തട്ടിയാണ്, ഈ ആലപ്പുഴയിലും വയനാട്ടിലും തട്ടിയാണ് പല പ്രശ്നങ്ങളും, പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും എപ്പോഴും ഉള്ളത് എന്നുള്ളതാണ്. കാരണം ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പേര് കേൾക്കുന്നു. രാഹുൽ ഗാന്ധി പക്ഷേ മത്സരിക്കാൻ സമ്മതം മൂടിയിട്ടില്ല. നമുക്ക് തിരുവനന്തപുരത്തു നിന്നുള്ള ആ ലിസ്റ്റുകളുടെ കാർഡ് കൂടി ഒന്ന് കണ്ടാൽ അത് കൃത്യമാണ്. കാരണം തിരുവനന്തപുരത്ത് നമുക്ക് വ്യക്തമാകുന്നത് പോലെ തന്നെ അവിടെ ശശി തരൂർ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവിടെ ആറ്റിങ്ങിൽ എത്തുമ്പോൾ അത് അടൂർ പ്രകാശിൻ്റെ കാര്യം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ആറ്റിങ്ങിൽ അടൂർ പ്രകാശ് തന്നെ മത്സരിക്കും. ആലപ്പുഴയിൽ ആണ് ഒരു വ്യത്യാസം വരുന്നത്. എറണാകുളത്ത് ഹൈബി ഈഡന്റെ കാര്യത്തിലും വ്യക്തത വന്ന പശ്ചാത്തലം കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, തൃശ്ശൂരിൽ TN പ്രതാപൻ മത്സരിക്കും. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, വടകരയിൽ K മുരളീധരന്റെ പേര് തന്നെയാണ്, K മുരളീധരൻ തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. കോഴിക്കോട്ട് MK രാഘവൻ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏതാണ്ട് ഉറപ്പിക്കുന്ന. കണ്ണൂരിൽ K സുധാകരനും ഉറപ്പാണ്. പാലക്കാട് VK ശ്രീകണ്ഠനും മത്സരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. മിഥുൻ, MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ചേർന്ന് പങ്കുവെക്കും. മിഥുൻ, നമുക്ക് മനസ്സിലാകുന്നത് ഈ വയനാട്ടിലെ കാര്യമാണ്. ഏതായാലും കേന്ദ്ര നേതൃത്വം പൂർണ്ണമായും സംസ്ഥാനത്തിന്, AICC ഏതാണ്ട് പൂർണ്ണമായും സംസ്ഥാനം തീരുമാനിക്കട്ടെ സ്ഥാനാർത്ഥികളുടെ കാര്യം എന്നുള്ളതിലാണ്. അത് ആകെ കടുംപിടുത്തം പിടിച്ചത് ഒന്ന് ഈ K സുധാകരൻ്റെ കാര്യത്തിൽ. സുധാകരൻ മത്സരിക്കണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം സുധാകരൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് അവിടെ. സുധാകരൻ അർദ്ധസമ്മതത്തിലായിരുന്നു. മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ്. രാഹുൽ തീരുമാനമെടുക്കണം, കേരളത്തിൽ രാഹുൽ മത്സരിക്കണമെന്ന് ആവശ്യമുണ്ട്. പക്ഷേ പല വിധത്തിലുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് കൂടി ദേശീയ തലത്തിൽ രാഹുൽ കേരളത്തിൽ വയനാട്ടിൽ മത്സരിച്ചാൽ ഉണ്ടാകുന്നത് കൂടി കണക്കിലെടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ആശയക്കുഴപ്പം അത് മാറാതെ നിൽക്കുകയാണോ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഹുൽ ഫാക്ടർ തന്നെയാണ് പ്രധാനമായും ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രധാനമായും അവർ കാരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ അറിയിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞു വരുന്നു. എങ്കിൽ പോലും തന്നെ രാഹുൽ എവിടെ മത്സരിക്കും, അതായത് നമ്മൾ തന്നെ വാർത്ത നൽകിയതാണ്, ഒരു പക്ഷേ വയനാട് വിട്ട്, അതായത് ഈ ആനി രാജ CPIയുടെ സ്ഥാനാർത്ഥിയായി വയനാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ അത് ഇന്ത്യ മുന്നണിയിൽ തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ രാഹുൽ വയനാട്ടിൽ മത്സരിക്കില്ല. കർണാടകയിലോ അല്ലെങ്കിൽ തെലങ്കാനയിലേക്കോ രാഹുൽ അവിടെ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യത നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അത്തരത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഫാക്ടർ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത്. മറ്റൊന്ന് K സുധാകരൻ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ ഈ ശാരീരിക പ്രശ്നങ്ങളും ഒപ്പം തന്നെ KPC പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ മത്സരരംഗത്തേക്കില്ല, അതായത് സംഘടനാ ചുമതലയുമായി മുന്നോട്ട് പോകാൻ തന്നെ ആണ് തീരുമാനമെന്ന് നേരത്തെ തന്നെ പലകുറി KPC അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ സിറ്റിംഗ് MP തന്നെ
നിലവിലെ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ മാത്രമേ വിജയിക്കാനാകൂ എന്നുള്ളൊരു വിലയിരുത്തൽ AICC നേതൃത്വത്തിനുണ്ട്, സംസ്ഥാന ഘടകത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ തന്നെ മത്സരിക്കണമെന്നുള്ള ആവശ്യം നേതാക്കൾ മുന്നോട്ട് വെക്കുകയും ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സുധാകരന്റെ വിജയിപ്പിക്കുക എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും ഒപ്പം തന്നെ ചുവരെഴുത്തുകളും ഒക്കെ തന്നെ കണ്ണൂരിലെ പല ഇടങ്ങളിലും പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സുധാകരനെ കഴിഞ്ഞാൽ വേറെ ഏത് സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. സുധാകരന് പകരം വേറെ ഏത് സ്ഥാനാർത്ഥിയെ വെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വിജയിച്ച് കയറാൻ, അതായത് സുധാകരൻ വിജയിച്ച ആ രീതിയിൽ വലിയ ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥിയെ വിജയിച്ചെടുപ്പിക്കാൻ നിലവിൽ സാധിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സുധാകരൻ തന്നെ കണ്ണൂരിൽ മത്സരിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും നേതൃത്വം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിച്ചാൽ മതി എന്നുള്ള തീരുമാനമുണ്ട് എങ്കിൽ പോലും പത്തനംതിട്ടയിൽ നിലവിൽ ആന്റോ ആന്റണിയാണ് അവിടുത്തെ സിറ്റിംഗ് MP. പക്ഷേ ആന്റോ ആന്റണിക്ക് കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ വലിയ രീതിയിൽ ആന്റി ഇൻകംബൻസി ഫാക്ടർ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണി അവിടെ ഒരുപക്ഷേ തോമസ് ഐസക്കിനെതിരെ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നതിലേക്കും നേതൃത്വം പോയിട്ടുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. മറ്റു നേതാക്കളുടെ പേരുകളൊക്കെ തന്നെ പത്തനംതിട്ടയിൽ സംബന്ധിച്ച് ഉയർന്നു കേൾക്കുന്നുണ്ട്. കാര്യത്തിൽ മിഥുനൊരു ആശയക്കുഴപ്പമുള്ളത്, ഒരു ആശങ്കയുള്ളത്, അതായത് KC നേരത്തെ പറഞ്ഞ രാജ്യസഭയിൽ നിന്നുള്ള MP ആണ്. ആലപ്പുഴയിൽ മത്സരിച്ച് ആലപ്പുഴയിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രാജ്യസഭ MP സ്ഥാനം സ്വാഭാവികം നഷ്ടപ്പെടും. ഇനി അവിടെ നിന്നൊരു MP വിജയിപ്പിക്കാനുള്ള ബലം ഇപ്പോൾ കോൺഗ്രസിനില്ല. അങ്ങനെ ഒരു ആശങ്കയുമുണ്ട്. ഒരുപക്ഷെ അതും ഹൈക്കമാൻഡിനെ പിറകോട്ട് വലിപ്പിക്കുന്നുണ്ടാകാം ഇപ്പോഴത്തെ പുതിയ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇനി 2 വർഷം കൂടി കാലാവധി KC വേണുഗോപാലിനുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള MP കൂടിയാണ്, രാജ്യസഭയിലെ MP കൂടിയാണ് KC വേണുഗോപാൽ. അങ്ങനെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ വീണ്ടും KC ലോക്സഭാ മത്സരത്തിന് കളത്തിലിറങ്ങുമ്പോൾ, ആലപ്പുഴയിലേക്ക് കളത്തിലിറങ്ങുമ്പോൾ ഒരു പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ രാജ്യസഭ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടന്നു. വലിയ രീതിയിൽ കൂറുമാറി വോട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ക്രോസ് വോട്ടിംഗ് ഒക്കെ കാണുകയും ചെയ്തു. അത് വലിയ രീതിയിൽ BJPക്ക് ഉണ്ടാവുകയും കോൺഗ്രസിന് വലിയ രീതിയിൽ കോട്ടം പറ്റുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പല സ്ഥലങ്ങളിലും, അതായത് ഹിമാചൽ പ്രദേശിലടക്കം വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി കൊണ്ടുവരെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ നിന്ന് ആ സീറ്റ് നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ മറ്റൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ AICC നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിലേക്ക് അല്ലെങ്കിൽ KCയെ ആലപ്പുഴയിൽ ഇറക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താത്തത് അതുകൊണ്ട് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കിഡിലൻ സ്ഥാനാർത്ഥി വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. K. സുധാകരനും അതേ സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നല്ല സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താനാണ് ആലപ്പുഴയിൽ AMRFനെതിരെ നിലവിൽ LDFന്റെ സിറ്റിംഗ് MP ഒരിടത്ത് മാത്രമാണുള്ളത്. നമുക്കറിയാം, അത് ആലപ്പുഴയിൽ തന്നെയാണ്. അവിടെ കഴിഞ്ഞ തവണ വളരെ കുറച്ച് ഭൂരിപക്ഷം വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഷാനിമോൾ ഉസ്മാൻ വയനാട്ടിലേക്ക് പോയാൽ മിഥുൻ, നമ്മൾ KCയുടെ സാഹചര്യം അത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. KC രാജ്യസഭാ MP ആണ് രാജസ്ഥാനിൽ നിന്ന്. 2026 വരെ ടേമുണ്ട്. ഇനിയൊരു MP അവിടെ നിന്ന് വിജയിപ്പിക്കാനുള്ള പശ്ചാത്തലമില്ല. പക്ഷേ ആലപ്പുഴയിൽ KC അല്ലാതെ ആര് എന്ന ചോദ്യവും കുഴയ്ക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ. കാരണം അത്രത്തോളം ശക്തനായ ഒരാൾ വരണം. ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ എന്നുള്ളതും പ്രസക്തമാണ്. നമുക്ക് വയനാട്ടിലേക്ക് പോയാൽ, കഴിഞ്ഞ തവണ നമുക്കറിയാം വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസിന് ഗുണകരമായി. പക്ഷേ ദേശീയ തലത്തിൽ അത് BJP പ്രചരിപ്പിച്ചത് മറ്റൊരു തലത്തിലാണ്. ലീഗിന്റെ പിന്തുണയോടെ ജയിക്കുന്ന രാഹുൽ എന്ന തരത്തിൽ ഈ കൊടികളൊക്കെ കാണിച്ചുള്ള പ്രചരണം ദേശീയ തലത്തിൽ ദോഷം ചെയ്തിരുന്നു. ഇത്തവണ കർണാടക ക്ഷണിച്ചിട്ടുണ്ട്, തെലങ്കാന ക്ഷണിച്ചിട്ടുണ്ട്. രണ്ടിടത്തും കോൺഗ്രസിന് കൃത്യമായി ജയിക്കാവുന്ന മണ്ഡലങ്ങളുമുണ്ട്. കേരളത്തിൽ നിന്ന് രാഹുൽ മത്സരിക്കാനുള്ള സാധ്യതകൾ ഈ നിമിഷം വരെ എത്രത്തോളമുണ്ട്? ആ ആലോചനകൾ രാഹുലിന്റെ ഭാഗത്ത് ഏത് തലത്തിലാണ്? രജിത്, അതായത് നിലവിൽ നേതാക്കൾ സൂചിപ്പിച്ചതനുസരിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൽ തന്നെ മത്സരിക്കുമെന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും തന്നെ അത്തരത്തിൽ അവർ കരുതുകയും ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ തവണ വലിയ രീതിയിൽ രാഹുൽ ഫാക്ടർ വലിയ രീതിയിൽ ആഞ്ഞടിക്കുകയും ആ ഒരു വേവിൽ വലിയ രീതിയിൽ ഭൂരിപക്ഷം നേടാനും സ്ഥാനാർത്ഥികൾക്കായി മികച്ച രീതിയിൽ വിജയം കയ്യിലൊതുക്കാൻ UDFന് സാധിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിൽ ആ നേട്ടമുണ്ടാക്കാൻ, അല്ലെങ്കിൽ അമേഠിയിൽ മത്സരിച്ചിട്ട് പോലും അവിടെ തോൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തു.
ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സേഫസ്റ്റ് സീറ്റ് എന്നുള്ള രീതിയിൽ വയനാടിനെ രാഹുൽ ഗാന്ധി കാണുന്നുണ്ട്, ഒപ്പം തന്നെ നേതൃത്വം കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കർണാടകയിലെ PCC നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. കർണാടകയിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ, അതായത് സുരക്ഷിതമായിട്ടുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്, അവിടെ രാഹുൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ തെലങ്കാനയിലും ഇതേ ആവശ്യം ഉന്നയിച്ച PCC ദേശീയ നേതൃത്വത്തെയും ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ട് രേവന്ത് റെഡ്ഡി ഇക്കാര്യം വാക്കാൽ ആവശ്യപ്പെടുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അക്കാര്യത്തിലൊന്നും ഇതുവരെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ എന്തായാലും രാഹുൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കേരളത്തിലാണോ, അത് വയനാട്ടിലാണോ, അല്ലെങ്കിൽ കർണാടകയിലാണോ, അല്ലെങ്കിൽ തെലങ്കാനയിലാണോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും നിലവിൽ സംസ്ഥാനത്തെ നേതാക്കൾ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അവരിൽ നിന്ന് വ്യക്തമാകുന്ന സൂചനകൾ അനുസരിച്ച് രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരരംഗത്തുണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് തീരുമാനം വരേണ്ടതുണ്ട്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഡാൻ കുര്യനും വിവരങ്ങൾ പങ്കുവച്ചു. വയനാട്ടിലും പാലക്കാട്ടും തട്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കുറച്ചെങ്കിലും ഒന്ന് വൈകിയേക്കാം, പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയേ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഈ കണ്ണൂരിലെ സുധാകരന്റെ മത്സരവുമായി ബന്ധപ്പെട്ടും ചില അവ്യക്തതകൾ, ആശയക്കുഴപ്പങ്ങൾ പുറത്തു വരുന്നുണ്ട്. മത്സരിക്കാനില്ല എന്ന നിലപാട് സുധാകരൻ വീണ്ടും ആവർത്തിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരും. നമുക്കത് കാത്തിരുന്നു കാണണം ഏത് തലത്തിലാണ് ചർച്ചകൾ എന്നുള്ളത്. കണ്ണൂരിൽ സുധാകരൻ അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളതും പ്രസക്തമായ ചോദ്യമായി മാറുകയാണ്. നമുക്കിനി BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പോകണം. അതും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വളരെ പെട്ടെന്ന് അതിലേക്ക് വരാം. അരുൺ, VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ അപ്ഡേഷൻസ് നൽകും ഇടവേളയ്ക്ക് ശേഷം. പൊൻകതിർ പുട്ട് സോഫ്റ്റ്